പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? സർവേശ്വർ ദയാൽ സക്സേനയുടെ സഫേദ് ഗുഡ് എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പാഠഭാഗം ഏത് വിഭാഗത്തിൽപ്പെട്ട രചനയാണ്? കഹാനി വിഭാഗത്തിൽപ്പെട്ട രചനയാണ്. ഹമാര ലഡ്കെ കി ബഡി ഇച്ഛാ ക്യാ ഹെ? വലിയ ആഗ്രഹം എന്താണ്? സഫേദ് ഗുഡ് ഖാന. ലേക്കിൻ ഉസ്ക ഇച്ഛ സഫൽ ഹുവ? പൂർണ്ണമായോ? नहीं, उसके माँ के पास पैसा नहीं था, इसलिए वो पूर्ण नहीं हुआ. ले क्यों लड़के के मन में माँ के बटवे से पैसा चुराने की ख्याल आया? എന്തുകൊണ്ടാണ് നമ്മുടെ ആൺകുട്ടിയുടെ മനസ്സിൽ അമ്മയുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിക്കാനുള്ള ചിന്തയുണ്ടായത്? हाँ, उसकी मन में सफ़ेद गुड़ खाने की इच्छा अति तीव्र होने से, വളരെ തീവ്രമായതുകൊണ്ട് അല്ലേ? लड़के का उम्र क्या है? എത്രയാണ് വയസ്സ്? 11 साल അല്ലേ? ഈശ്വർ കി ബഡാ ഭക്ത് ഹെ, ഈശ്വരൻ്റെ വലിയ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അവനെ സഹായിക്കുമെന്ന ചിന്ത അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ? അമ്മയും മകൻ്റെ മനസ്സിൽ ഈശ്വരനുള്ള ഭക്തി നിലനിർത്തുകയും കഥകളിലൂടെ ഈശ്വരൻ്റെ ശക്തിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുകയും ചെയ്തിരുന്നു അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എത്രാമത്തെ പേജാണ്? ഓർമ്മയുണ്ടോ? 88 അല്ലേ? 88ാമത്തെ പേജ് എടുക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. വഹ് തേസി സെ ഉഡ. കോൺ തേസി സെ ഉഡ? ആരാണ് പെട്ടെന്ന് എണീറ്റത്? ആൺകുട്ടി അല്ലേ? അമ്മ അവനെ പെട്ടെന്ന് വിളിച്ചു അല്ലേ? തോ തേസി സെ ഉഡ, അവൻ വേഗത്തിൽ എണീറ്റു. और घर के अकेले कोने में पूजा करने बैठ गया. घर के अकेला कोना क्या है? വീട്ടിലെ അഖേല കോന, ഒരു അഖേല ഒറ്റയ്ക്കുള്ള ഒരു മൂലയിൽ പോയിട്ട് പൂജാ കർണ ബൈഠ് ഗയ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരുന്നു. കോൺ ബൈഠ് ഗയ? ലഡ്ക. കഹാ? ഘർ കെ അഖേലെ കോനെ മേ, വീടിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് പൂജാ കർണെ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നു. തബി മാ കി ആവാസ് സുനായി ദി, അപ്പോഴാണ് മാംനെ ആവാസ് ദിയ, അമ്മ വിളിച്ചത്. മാനെ ആവാസ് ദേന, अम्मा विलिकुआ. किसको बुलाया? लड़के को बुलाया. बेटा पूजा के बाद, पूजा से उठने के बाद, പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബസാർ സെ നമക് ലേ ആന. ബസാർ ക്യാ ഹെ? ബസാർ അങ്ങാടി, മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നും നമക് ലേ ആന, എന്ത് കൊണ്ടുവരണം? ഉപ്പ് കൊണ്ടുവരണം എന്ന് ആര് പറയുകയാണ്? അമ്മ പറയുകയാണ്. ഉസെ ലഖ ഈശ്വർ ഉസ്കി പുകാർ സുൻലി. ഇത് കേട്ട് അവൻ എന്താ തോന്നിയത്? ഹാ, ഈശ്വർ ഉസ്കി പുകാർ, ഈശ്വരൻ അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നി. ആർക്ക് തോന്നി? ആൺകുട്ടിക്ക് തോന്നി. ഉസ്കി പുകാർ സുൻലി, അവൻ്റെ പ്രാർത്ഥന ഈശ്വരന് കേട്ടു എന്ന് തോന്നി. വർണ്ണ അല്ലെങ്കിൽ പൂജാമേ ബൈഠത്തെ ഹി, പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ മാ ഉസെ ബസാർ ജാനെ കോ ക്യോं कहती है, എന്തിനാണ് അമ്മ അവനോട് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്? ഉസ്നെ ധ്യാൻ ലഗാക്കർ പൂജ കി, അവൻ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഫിർ പൈസ ഓർ ചോല ലേക്കർ, പിന്നീട് പണവും സഞ്ചിയുമായി ബസാർ കി ഓർ ചൽ ദിയ, അങ്ങാടിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കോൺ? ലഡ്ക. ഘർ സെ നികൽത്തെ സമയ ഉസെ ഖേത് പാർ കർണ പഡ്തേ ഥേ, വീട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉസെ എ ഖേത് പാർ കർണ പഡ്തേ ഥേ, ഒരു ഖേത്ത്, കൃഷിയിടം, പാർ കർണേ പഡ്തേ ഥേ, മുറിച്ച് കടക്കണമായിരുന്നു. ഫിർ പിന്നീട് ഗാവ് കി ഗലി, ഗ്രാമത്തിൻ്റെ തെരുവിലെത്തും. വഹാസെ, അവിടെ നിന്നോ ഈണ്ടോ സി ബനായി ഗയി ദി, ആ തെരുവുകൾ എങ്ങനെയാണ്? ഈണ്ടോം സെ ബനായി ഗയി. എന്താണ് ഈണ്ട്? ഈണ്ട് ഇഷ്ടികകൾ. ഇഷ്ടികകളാൽ നിർമ്മിച്ച ഗ്രാമത്തിൻ്റെ തെരുവിലാണ് അവൻ എത്തിച്ചേർന്നത്. അവിടെ നിന്നും ബസാർ ജാനേക്ക് സടക്കാത്തി ഹെ, അങ്ങാടിയിലേക്ക് പോകുന്ന, ബസാർ അങ്ങാടി, മാർക്കറ്റിലേക്ക് പോകുന്ന, സടക്കാത്തി ഹെ, റോഡ് കടന്നു വരികയും ചെയ്യുന്നു. ലഡ്ക ഘർ സെ നിക്കൽ ഗയ, വീട്ടിൽ നിന്നും പുറപ്പെട്ട വഴികളാണ് നമ്മൾ പറഞ്ഞത്. ഖേത് പാർ കർ ദിയ, വയൽ മുറിച്ച് കടന്നു. ഫിർ ഈണ്ടോം സി ബനായി ഖലി, ഇഷ്ടികയാൽ നിർമ്മിച്ച ഗ്രാമത്തിൻ്റെ ഖലിയിൽ, തെരുവിലെത്തി. ഓർ ബസാർ ജാനേക്ക് സടക്ക് പർ പहुंच ഗയി. ഉസ് സമയ ഷാം ഹോ ഗയി ദി, ആ സമയം എപ്പോഴാണ്? ഷാം, വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. സൂരജ് ഡൂബ് രഹാദ, സൂര്യനെല്ലാം ഡൂബ് രഹാദ, അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. വോ ഗേത്തോമേ ചലാ ജാ രഹാദ, അവൻ വയലുകളിലൂടെ നടക്കുകയാണ്.
ആംഖേं ആദി ബന്ദ് കിയെ, കണ്ണുകളെല്ലാം പാതി അടച്ചുകൊണ്ട്. ഈശ്വർ പർ ധ്യാൻ ലഗായ, ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. और संध्या के मंत्रों को बार बार दोहराते हुए, സന്ധ്യാനാമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്നു. ഉസ് യാദായ, അവന് ഓർമ്മ വന്നു. യാദ് നഹിയായ, ഓർമ്മ വന്നില്ല. യാദ് നഹിയായ, ഓർമ്മ വന്നില്ല. ഉസ്നെ കിത്നി ദേർ, അവൻ എത്ര നേരം കൊണ്ടാണ് ഗേത് പാർക്കിയെ, ആ വയൽ മുറിച്ചു കടന്നതെന്ന്. ലേക്കിൻ എന്നാൽ ജബോ ഗാവ് കി ഈണ്ടോങ് കി ഗലീമി ആയ, എന്നാൽ അവൻ ഗ്രാമത്തിലെ ഈണ്ടോങ് കി ഗലി, ഇട്ടകയാൽ നിർമ്മിച്ച തെരുവിലെത്തിച്ചേർന്നപ്പോഴോ സൂരജ് ഡൂബ് ചുക്കാത, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. എപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നത്? ഈണ്ടോൻ സെ ബനി ഗൈ, ഇഷ്ടികയാൽ നിർമ്മിച്ച ഗാവ് കി ഗലീമെ പഹുഞ്ച, ഗ്രാമത്തിൻ്റെ തെരുവിലെത്തിയപ്പോൾ സൂരജ് ഡൂബ് ചുക്കാത, സൂര്യൻ ഡൂബന, സൂര്യൻ അസ്തമിക്കുക. ഓർ അന്ധേര ചാനെ ലഗ, ഇരുട്ട് പരക്കുകയും ചെയ്തിരുന്നു. ലോഗ് അപ്നെ അപ്നെ ഘറോമേതെ, ജനങ്ങളെല്ലാം ആ സമയത്ത് എവിടെയാണ്? അപ്നെ അപ്നെ ഘറോമേ, തങ്ങളുടെ വീടുകളിലായിരുന്നു. ദുവായേം ഉഡ് റഹാദ, വീടുകളിൽ നിന്നും ദുവായേം, ദുവാ ക്യാ ഹേ? ദുവാ പുക അല്ലേ? ദുവായേം ഉഡ് റഹാദ, പുക ഉയരുന്നുണ്ട്. ചൗപ്പായെ ഖാമോഷ്, ചൗപ്പായെ ക്യാ ഹേ? ചൗപ്പായെ, കവലകളെല്ലാം, ഖാമോഷ്, നിശബ്ദവുമാണ്. കവലകളിലൊന്നും ആളുകളില്ല അല്ലേ? അതുകൊണ്ട് കവലകളെല്ലാം നിശബ്ദമാണ്. നീം സർദി കദിൻ, അതിശൈത്യത്തിൻ്റെ ഒരു ദിനം കൂടിയായിരുന്നു. നീം സർദി, അതിശൈത്യത്തിൻ്റെ, തണുപ്പിൻ്റെ ഒരു ദിനം കൂടിയായിരുന്നു അന്ന്. ഉസ്നെ പൂരി ആങ്ക് ഗോൽക്കർ ബാഹർ കി കുച്ച് ബി ദേഖ്നെ കി കോശിഷ്നെ കി, അവൻ കണ്ണുകൾ മുഴുവൻ തുറന്ന് പുറത്തുള്ള ഒരു കാഴ്ചയും ദേഖ്നെ കി കോശിഷ്നെ കി, കാണാൻ വേണ്ടി ശ്രമിച്ചില്ല. വോ അപ്പനെ ഭീതർ ദേഖ് റഹാദ, അവൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ, മനസ്സിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ജഹാം, അവിടെ, ഗഹരെ അന്ധേരേമേ, കനത്ത ഇരുട്ടിൽ, ജിൽ മിലാത്ത പ്രകാശ്ദ, മിന്നിത്തിളങ്ങുന്ന വെളിച്ചം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തിനെയാണ് മിന്നിത്തിളങ്ങുന്ന വെളിച്ചം എന്ന് പറയുന്നത്? പ്രതീക്ഷയുടെ വെളിച്ചം അല്ലേ? ഈശ്വർ കാ പ്രകാശ്, ഈശ്വരൻ്റെ വെളിച്ചമായിരുന്നത്. ഉസ് പ്രകാശ് കെ ആകെ, ആ വെളിച്ചത്തിന് മുന്നിൽ, ആംഖേം ബന്ദ് കിയെ, അവൻ കണ്ണുകൾ അടച്ച്, മന്ത്രപാട് കർ രഹേദേ, മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അജാനഗുസെ അസാൻ കി ആവാസ് സുനായിദി, പെട്ടെന്നാണ് ആൺകുട്ടിക്ക് അസാൻ കി ആവാസ്, അസാൻ ക്യാ ഹേ? അസാൻ, ബാങ്ക് വിളിയുടെ ആവാസ്, ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. ഗ്രാമത്തിലെ മുസ്ലിം പള്ളിയിൽ നിന്നും ആ സമയത്ത് അവന് ബാങ്ക് വിളിയുടെ ശബ്ദം, സുനായിദി, കേൾക്കാൻ കഴിഞ്ഞു. ഗാവ് കെ സിരേ പർ എക് ചോട്ടി മസ്ജിദ്, ഗ്രാമത്തിൻ്റെ അറ്റത്ത്, സിര അറ്റത്ത്, എക് ചോട്ടി മസ്ജിദ്, ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം പള്ളി എവിടെയുണ്ടായിരുന്നു? ഗ്രാമത്തിൻ്റെ അറ്റത്തുണ്ടായിരുന്നു. തോടി സി ആംഖേം ഗോൽക്കർ, കുറച്ച് കണ്ണുകൾ തുറന്നുകൊണ്ട്, ദേഖ, അവൻ നോക്കിയപ്പോഴോ, അന്ധേര കാഫി ഘാട ഹോ ഗയാ, ഇരുട്ട് നന്നായിട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. മസ്ജിദ് കെ ഏ കമരേമേ, പള്ളിയിലെ ഒരു മുറിയിൽ, ദലാൻ ബരാബർ, വരാന്തയിൽ ഒരേപോലെ, ലോഗ് നമാസ് കെ ലിയെ ഇക്കട്ടാ ഹോ രഹേദേ, ജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പള്ളിയിലെ വരാന്തയിൽ ജനങ്ങൾ ഒരേപോലെ എന്ത് ചെയ്തിരുന്നു? നമാസ് കെ ലിയെ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഇക്കട്ടാ ഹോനെ ലഗേ, ഒരുമിച്ച് കൂടിയിരുന്നു. ഉസ്കെ ഭീതർ എക് ലഹർ സിയാകെ, ഇത് കണ്ട അവൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ തിരമാലകൾ ഓടിയെത്തി. സന്തോഷം തിരമാലകളെപ്പോലെ അലയടിച്ചു അവൻ്റെ മനസ്സിൽ. ഉസ്കെ പേർ ടിട്ടക്കെ, അവൻ്റെ കാലുകൾ പെട്ടെന്ന് നിന്നു. ആംഖേം പൂരി ബന്ദ് ഹോ ഗൈ, കണ്ണുകൾ മുഴുവനായി അടച്ചുകൊണ്ട്, വോ മൻഹിമൻ പൂജ കഹൂഡ, അവൻ മൻഹിമൻ കഹൂഡ, മനസ്സിൽ തന്നെ പ്രാർത്ഥനയിൽ മുഴുകി. എന്ത് പ്രാർത്ഥനയാണ്? ഈശ്വർ യദി തും ഹോ, ദൈവമേ അങ്ങ് ഉണ്ടെങ്കിൽ, മേനെ സച്ചേ മനസ്സെ തുമാരി പൂജാക്കി, ഞാൻ നല്ല മനസ്സോടുകൂടിയാണ് അങ്ങയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതെങ്കിൽ, മുझे പൈസ ദോ, എനിക്ക് പണം നൽകുമോ? യഹി വക്ത്, ഈ സമയത്ത് എനിക്ക് പണം നൽകാൻ അങ്ങേക്ക് കഴിയുമോ? ആരോടാണ് ആൺകുട്ടി പ്രാർത്ഥിക്കുന്നത്? ഈശ്വർ സെ, ഈശ്വരനോട്. വഹ് ഖലീ മേ ബൈഠ് ഗയ, അവൻ ആ
തെരുവിൽ बैठ गया ഇരുന്നു. उसने ज़मीन पर हाथ रखा. കൂടാതെ അവൻ നിലത്ത് കൈവെക്കുകയും ചെയ്തു. जमीन ठंडी थी. നിലം തണുത്തിരുന്നു. हाथों से नीचे, हाथों के नीचे കൈകളുടെ താഴെയായിട്ട് कुछ चिकनासा महसूस हुआ. മിനുസമുള്ള എന്തോ അനുഭവപ്പെട്ടു. चिकनासा महसूस हुआ ना, മിനുസമുള്ള എന്തോ വസ്തു അനുഭവപ്പെട്ടു. उल्लास की बिजली उसके शरीर में दौड़ाई. അവൻ്റെ ശരീരത്തിൽ ഉത്സാഹത്തിൻ്റെ ഒരു വൈദ്യുതി തന്നെ ഓടിയെത്തി. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ മനസ്സിലേക്ക് സന്തോഷം അലയടിച്ചെത്തി. ഉല്ലാസ് കി ബിജ്ലി ദൗഡന എന്ന് പറഞ്ഞാൽ സന്തോഷം അലയടിച്ച് ശരീരത്തിലേക്ക് കയറി. ഉസ്നെ ആങ്ക് ഖോൽക്കർ ദേക്ക. അവൻ കണ്ണു തുറന്നു നോക്കി. അന്ധേരേ മേ ഉസ്കി ഹതേലി മേ എക് അഠനി ദമക് രഹി. അവൻ എന്ത് കാഴ്ചയാണ് കണ്ടത്? അന്ധേരേ മേ, ആ ഇരുട്ടിൽ, ഉസ്കി ഹതേലി, അവൻ്റെ കൈകൾക്കുള്ളിൽ, ഹതേലി കൈകൾക്കുള്ളിൽ, എക് അഠനി ദമക് രഹി, ഒരു നാണയം തിളങ്ങുന്നുണ്ടായിരുന്നു. ഓ മൻ ഹി മൻ ഈശ്വർ കെ ചരണോ മേ ലോഡ് ഗയ. അവൻ മനസ്സിൽ തന്നെ ഈശ്വരൻ്റെ കാൽപാദങ്ങളിൽ ലോഡ് ഗയ, വണങ്ങി വന്ദിച്ചു. ഈശ്വരൻ കെ ചരണോ മേ ലോഡ്ന, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഖുഷി കാ സമുദ്ര ജൂംനി ലഗ. അവൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ സമുദ്രം തന്നെ അലയടിച്ചു. ഉസ്നെ ഉസ് അഠനി കോ ബാർ ബാർ നിഹാര. അവൻ ആ നാണയം വീണ്ടും വീണ്ടും നോക്കി. നിഹാര നോക്കുക, ജൂമ തൊട്ടു നോക്കി, മാത്തേസ് ലഗായ നാണയത്തെ വന്ദിക്കുകയും അതിനോട് ബഹുമാനത്തോടു കൂടി അതിന് നേരെ കൈകൂപ്പുകയും ചെയ്തു. ക്യോങ്കി, കാരണം, വോ അഠനി നഹീതി, ആൺകുട്ടിക്ക് അതൊരു നാണയം മാത്രമായില്ല, മറിച്ചോ ഉസ് ഗരീബ് പർ ഈശ്വർ കി കൃപ. ആ നാണയം ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ഇസ് ഗരീബ് പർ, ആ പാവപ്പെട്ട കുട്ടിയോട് ഈശ്വരനോടുള്ള ദയയായിട്ടാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ ആൺകുട്ടിക്ക് തോന്നിയത്. ഉസ്കി സാരി പൂജ ഓർ സച്ചായി, അവൻ്റെ എല്ലാ പൂജകൾക്കും, ഓർ സച്ചായി സത്യസന്ധതക്കും, ഈശ്വർ കി ഓർ സെ ഇനാം, ഈശ്വരനിൽ നിന്നുള്ള സമ്മാനവുമായിട്ട് അവൻ അനുഭവപ്പെട്ടു. ഈശ്വർ ജറൂർ ഹെ, തീർച്ചയായിട്ടും ഈശ്വരനുണ്ട്. ഉസ്കാ മൻ ചില്ലാനെ ലഗ, അവൻ്റെ മനസ്സ് ഒച്ച വെച്ച് വിളിച്ചു പറഞ്ഞു. ഭഗവാൻ മേ തുമാര ചോട്ടാസാ സേവക് ഹും. ദൈവമേ, ഞാൻ അങ്ങയുടെ ഒരു ചെറിയ ഭക്തനാകുന്നു. മേ സാരാ ജീവൻ തുമാരി ഭക്തി കരുങ്ക. ഈ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. ആരാണിതെല്ലാം പറയുന്നത്? നമ്മുടെ ആൺകുട്ടി പറയുകയാണ്. മുജെ മത് ബിസ്രാന, എന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബിസ്രാന, ഒഴിവാക്കരുത്, തള്ളിക്കളയരുത്. ഉൾട്ടേ സീതേ ശബ്ദോമേ, അവ്യക്തമായ എന്തെല്ലാമോ, ഉസ്നെ മൻഹി മൻ കഹൂഡ, അവൻ തന്നെ മനസ്സിൽ തന്നെ പറയുക. ഉൾട്ടേ സീതേ ശബ്ദവും, അവ്യക്തമായ എന്തെല്ലാം കാര്യങ്ങൾ, ഉസ്നെ മൻഹി മൻ, അവൻ തന്നെ മനസ്സിൽ തന്നെ പറയുക. ബസാർ കി തരഫ് ദൗഡ് പട, എന്നിട്ട് അങ്ങാടിയിലേക്ക് ഓടുകയും ചെയ്തു. നാണയം അപ്പോഴും എവിടെയാണ്? അഠന്നി ഉസ്കി ഹതേലിമേ, അവൻ്റെ കൈവെള്ളയിൽ എന്ത് ചെയ്തിരുന്നു? ദബാരക്കീതി, അമർത്തി വെച്ചിരുന്നു. അഠനി കഹാരക്കീതി ഉസ്കി ഹതേലിമേ, അവൻ്റെ കൈവെള്ളയിൽ എന്ത് ചെയ്തിരുന്നു? ദബാരക്കീതി, അമർത്തി വെച്ചിരുന്നു. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറേ വിശേഷണ ശബ്ദങ്ങൾ പരിചയപ്പെട്ടില്ലേ? അതിലൊന്നും നമുക്ക് പറയാം. ഫട്ടേ കപ്പടെ, കീറിയ വസ്ത്രം. ഇതിൽ വിശേഷണം ഏതാണ്? ഫട്ട, കീറിയ. കപ്പട എന്നത് സഖ്യ നാമമാണല്ലോ. ഇത്തരത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള നാമങ്ങളും വിശേഷണങ്ങളും എന്ത് ചെയ്യുക? വേർതിരിച്ചെഴുതുക. എന്തെല്ലാമാണ് വേർതിരിക്കേണ്ടത്? നാമങ്ങളും വിശേഷണങ്ങളും വേർതിരിച്ചെഴുതുക. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ ഇത്തരം വാക്കുകൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ? സഫേദ് ഖുഡ്, അതിലെ വിശേഷണം ഏതാണ്? സഫേദ് എന്നത് വിശേഷണം, ഖുഡ് എന്നത് സഖ്യനാമമാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ടെത്തിയിട്ട് ഇതുപോലെ കോളം വരച്ച് എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കും.